ബാലഗോപാലൻ കാണിക്കുന്ന മഹാ തന്തലാടിയാണിത്. ബാലഗോപാലൻ കാണിച്ച മഹാ തന്തലാടിയുടെ അങ്ങനത്തെ തന്തലാടിയാണ്. ഈ 50 രൂപ ആക്കിയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. അത് മുൻ പിന്നെ മന്ത്രി തോമസ് ഐസക്കാണ് ഇതിൻ്റെ മുഖ്യ കാരണം. കാരണം അവരുടെ കുറേ ആൾക്കാരുണ്ട്, ലോട്ടറി മാഫിയകളുണ്ട്. അവരുടെ ശിങ്കടികൾക്ക് പിന്നെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രൈസ് അടിക്കുന്നേ ഇല്ല. പത്തനംതിട്ട ജില്ലയ്ക്ക് ഒറ്റ പ്രൈസ് പോലും അടിക്കുന്നില്ല. ഫസ്റ്റും സെക്കൻഡും തേർഡ് പോലും അടിക്കുന്നില്ല. മാണിസാറിന്റെ സമയത്ത് ലോട്ടറിക്ക് 2 മണിയാകുമ്പോൾ ആൾക്കാർ കീറിപ്പഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലോട്ടറി തട്ടിപ്പ്, ഭൂലോക തട്ടിപ്പാണ്. ഇപ്പോഴത്തെ രീതി പോകുന്നത് തട്ടിപ്പാണ്. ഞാൻ നിർത്തുന്നുണ്ടല്ലോ. ഇവിടെ ഞങ്ങളുടെ ഇവിടെ തന്നെ പലരും നിർത്തി. ഞാൻ നിർത്തിയില്ലേ എന്ന് പറഞ്ഞ വേറെ 2-3 പേര് നിർത്തി. ഈ ലോട്ടറി വിൽപ്പനയിലും അതുപോലെ തന്നെ ലോട്ടറിയുടെ വിലയിലും വരുന്നൊരു മാറ്റം ഉണ്ടല്ലോ, അത് സാധാരണക്കാരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഇതിനു മുമ്പ് ലോട്ടറി വിറ്റ ഒരാളെന്ന നിലയിലും ഇപ്പൊ എടുക്കുന്ന ഒരാളെന്ന നിലയിലും നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ ചേട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പോഴത്തെ ലോട്ടറി കച്ചവടം നഷ്ടമാണ്, ഭൂലോക കളിപ്പീരാണ്. കാരണം മാണിസാറിന്റെ സമയത്ത് UDF ഭരണകാലത്ത് നല്ല രീതിയിൽ ഓടിക്കുന്ന പ്രസ്ഥാനമായ ലോട്ടറി ഇപ്പം അത് വേറും കുളമാക്കി കളഞ്ഞു. അത് മുൻ മന്ത്രി തോമസ് ഐസക്കാണ് ഇതിൻ്റെ മുഖ്യ കാരണം. അന്ന് മാണിസാറിൻ്റെ സമയത്ത് ക്യാൻസർ രോഗികൾക്ക് നല്ല രീതി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അന്ന് 50 രൂപ ആക്കിയായിരുന്നു ഐസക്ക് ഇടുന്ന സമയത്ത്. അന്ന് ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കി അത് കുറച്ചു. ഇപ്പം 40 രൂപയിലാക്കി. അപ്പോൾ ഒരുവിധം നല്ല രീതി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കാരണമില്ലാതാണ് ഇപ്പോൾ 50 രൂപ ആക്കി വെക്കുന്നത്. ഇപ്പം അതന്നെ പ്രൈസും ഇല്ല. ഇപ്പോൾ 1 കോടി രൂപ ഫസ്റ്റ് അടിച്ചെങ്കിൽ 8,000 രൂപ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് വെട്ടിക്കുറച്ചു, 5,000-ലാക്കി. 2,000 എടുത്ത് കളഞ്ഞു, 200 എടുത്ത് കളഞ്ഞു. പിന്നെ എന്താ ഇവർ 50 രൂപ പ്രൈസ് ഉണ്ടാക്കിയിട്ട് ഉദ്ദേശം ഉണ്ടോയെന്ന് ഒരു പിടിയില്ല. ഈ 50 രൂപ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭിക്ഷ കൊടുക്കുന്നുണ്ടല്ലോ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ 50 രൂപ മടക്കി ഒരു ടിക്കറ്റ് എടുത്തു. ഈ 50 രൂപ മടക്കി ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് 50 രൂപ എൻ്റെ കയ്യിൽ എനിക്ക് കാപ്പ് കുടിക്കരുത്. ഒരു കടി ഒരു ചായയും കുടിക്കുമ്പോൾ 30 ആവത്തുള്ളൂ, അല്ലെ 40 ആയിക്കോട്ടെ. അപ്പോഴും 10 രൂപ എൻ്റെ ഇരിക്കും. വെറുതെ എന്താണ് ഈ 50 രൂപ കൊണ്ട് കൊടുക്കുന്നത്? നമുക്ക് ഇപ്പം സാധാരണ ഞാൻ ലോട്ടറി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു 5,000 രൂപ അത്യാവശ്യമുണ്ട്. എനിക്ക് കോടികളോ ലക്ഷങ്ങളോ ഒന്നും വേണ്ട. ഈ രണ്ടാം സമ്മാനം 75 ലക്ഷം 70 ലക്ഷം 50 ലക്ഷം തന്നെ കൊടുക്കുന്നേ. അതൊരു 5,000-ലാക്ക്. 5,000-ൽ 2,000 ആക്കി കൊടുക്കുക. ഇപ്പം പൊതുജനങ്ങൾ ഇതെടുക്കും. മാണിസാറിന്റെ സമയത്ത് ലോട്ടറിക്ക് 2 മണിയാകുമ്പോൾ ആൾക്കാർ കീറിപ്പഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലോട്ടറി എടുക്കാനൊക്കെ ഉണ്ട്. അന്ന് 7 സീരിയലേ ഉള്ളൂ. ഇന്നത് 12 കഴിഞ്ഞിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നൊരു ഇതായി. അതാണ് ഈ പിണറായി സർക്കാരിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേര്, ഞാനും ലോട്ടറി കച്ചവടം ചെയ്ത വ്യക്തിയാണ്. എൻ്റെ നിന്ന് ഒരുപാട് ഞാൻ വേറെ ആളുടെ കൈ കിടന്ന ചെയിൻ കൊണ്ട് പണയം വെച്ചിട്ടാണ് 5,000 രൂപ എടുത്തതാണ് ലോട്ടറി കച്ചവടത്തെ. അടും മധുവിൻ്റെ അവിടെ നിന്നാണ് ലോട്ടറി എടുത്തുകൊണ്ടിരുന്നത് കച്ചവടത്തിന്. അവിടെയും പ്രൈസ് ഇല്ല. ഞാൻ കൊടുക്കുന്ന ടിക്കറ്റിന് 4 ബുക്ക് എടുക്കും. പിന്നെ 100 120 പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 പ്രാവശ്യം 30 60 കയ്യിൽ നിന്ന് കൈ പൊള്ളി. വല്ലതിനും സാധനം എടുത്ത് കൊടുക്കണ്ടേ? ഞാൻ അങ്ങനെ നിർത്തി. ഞാൻ ഇപ്പം വേറെ പണിക്ക് പോയിട്ട് അത് സാധനം എടുത്തു കൊടുത്തു. അപ്പോൾ എനിക്ക് അതിനകത്ത് നേട്ടം എന്ത്? ഒരു ഗതിയും പരഗതി ഇല്ലാഞ്ഞിട്ടാണ് ഈ പാവങ്ങൾ ഈ പണിക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നീക്കം. ഇത് കളിപ്പീരാണ്, ഭൂലോക കളിപ്പീരാണ്. ഇപ്പം ഞാൻ മിനിഞ്ഞാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അടിക്കാത്തതിന് അടൂർ ചെന്നിട്ട് 1,200 രൂപ ടിക്കറ്റ് എടുത്തു. ഒരു 100 രൂപ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. 100 രൂപ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ വേറെ ആളുടെ നിന്ന് ഞാൻ 6 ടിക്കറ്റ് എടുത്തു. ഒരു 100 രൂപ അതിനകത്തും ഇല്ല. 50 വോട്ട് 100 വോട്ട് 50-ലും കിട്ടണ്ടേ? അതും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭൂലോക കളിപ്പീരാണ്. കാരണം അവരുടെ കുറേ ആൾക്കാരുണ്ട്, ലോട്ടറി മാഫിയകളുണ്ട്. അവരുടെ ശിങ്കടികൾക്ക് പിന്നെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന നമ്പറുകൾ മാത്രമേ മെഷീനകത്ത് കയറ്റി വെക്കത്തുള്ളൂ. ലോട്ടറി മുഴുവൻ തട്ടിപ്പ്, ഭൂലോക തട്ടിപ്പാണ്. ഇപ്പോഴത്തെ രീതി പോകുന്നത് തട്ടിപ്പാണ്. ഇത് പിച്ചച്ചട്ടി കയറ്റുവാരുടെ ലക്ഷണമായി ഈ പിണറായി സർക്കാർ കാണിക്കുന്നത് കംപ്ലീറ്റ്. പിന്നെ അവരുടെ പുള്ളിക്ക് ഓശാനപ്പെടുന്ന ആൾക്കാരുണ്ട്, CITUവിൻ്റെ കുറേ നേതാക്കം തൊഴിലാളികളുണ്ട്. അവരാണ് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ ജനങ്ങളെ നന്നാക്കാനോ ഒന്നുമല്ല. ഇത് ഭൂലോക കളിപ്പീരാണ്. ഇത് സാധാരണ ജനങ്ങൾക്ക് പഴയ ഒരു ഊർജ്ജം വരുന്നില്ല, ഒരു ഊർജ്ജം എടുക്കാൻ വരുന്നില്ല. ഇപ്പം തന്നെ ഞാൻ പോയി എടുക്കേണ്ടത്, ഞാൻ ഡെയിലി ഞാൻ ഒരു 1000 500 1000 രൂപ ടിക്കറ്റ് എടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം എടുക്കുന്നില്ല.
ഇപ്പം എടുക്കുന്നില്ല, ഇപ്പോൾ ഒന്നല്ല രണ്ട്, അത് കൂടുതൽ എടുക്കത്തില്ല. എനിക്ക് പൈസ ഇല്ല, മനസ്സിലേ. ഞാനിപ്പം വല്ലവനും പണിക്ക് പോയിട്ട് രാത്രി ഉടക്കാൻ പോയിട്ടൊക്കെയാണ് ഞാൻ ഈ പിന്നെ പൈസ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നമുക്കൊരു 5000 രൂപ കിട്ടുമെന്നുള്ള കണക്കൂട്ടില്ലല്ലേ. അതെ. ഒരു 5000 രൂപ അല്ലെ ഒരു 1000 രൂപ കിട്ടുമോ? അതിന് വേണ്ടിയില്ല നമ്മൾ 50 രൂപ മുടക്കുന്നത്, അല്ലെ 40 രൂപ, അല്ലെ 100 രൂപ മുടക്കുന്നത്. 5000 രൂപ അല്ല, നമുക്ക് ലക്ഷങ്ങൾ കോടികളെ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ 5000 ഒരു 36,000 ആക്കണം, മനസ്സിലേ. 18 36,000 ആക്കണം. ഒരു 25 2000 ആക്കണം, 70,000 ആക്കണം. അതായത് വലിയ ക്യാഷ് പ്രൈസ് കുറച്ചിട്ട് അത് തന്നെ അത് തന്നെ വലിയ ഇത് കുറച്ചുകൊണ്ട് വെറുതെ രണ്ടാം സമ്മാനം എന്തിനാ 75 70 50 ലക്ഷം കൊടുക്കുന്ന എന്തിനാ? ഇതാർക്ക് കിട്ടുന്നുണ്ട്? അത് തന്നെയല്ല ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രൈസ് അടിക്കുന്നേ ഇല്ല. പത്തനംതിട്ട ജില്ലയ്ക്ക് ഒറ്റ പ്രൈസ് പോലും അടിക്കുന്നില്ല. ഫസ്റ്റും സെക്കൻഡും തേർഡ് പോലും അടിക്കുന്നില്ല. ഇതിന് ചെയ്യാനൊക്കെണ്ടോ? ഇതെല്ലാം വടക്കൻ ജില്ലകളാണ് അടിക്കുന്നത്. വടക്കൻ ജില്ലകളാണ് ഇതിൽ മൊത്തം അടിക്കുന്നത്. ഇവിടെ അല്ല അടിക്കുന്നത്. ഞാൻ പറഞ്ഞ അവരുടെ കുറേ പിന്നെ ലോട്ടറി മാഫിയകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇവർ സർക്കാർ ഇപ്പം നീന്തി കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല പൊതുജനത്തെ നന്നാക്കാനൊന്നുമല്ല. പൊതുജനത്തെ നിന്ന് കൈയിട്ട് വാരി അങ്ങോട്ട് കൊടുക്കുകയാണ്. അതായത് പണ്ട് നമുക്ക് മാണിസാറിന്റെ കാലത്ത് ഈ ലോട്ടറിയുടെ കാശ് കൊണ്ട് നമുക്കായിരുന്നു ഉപകാരം. നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു, സർക്കാരിന് ഉപകാരം ഉണ്ടായിരുന്നു. സർക്കാർ നഷ്ടത്തിൽ ഓടത്തില്ലല്ലോ. അന്ന് 30 രൂപ ടിക്കറ്റേ ഉള്ളൂ വില. ഒരു ടിക്കറ്റ് 30 രൂപയേ ഉള്ളൂ. അന്ന് പിന്നെ 35,000 ഉണ്ടായിരുന്നു. 35,000 കൊടുത്തത് ഇപ്പം 18,000 എന്നിട്ട് 50 രൂപ 20 രൂപ കൂട്ടിയിട്ട്, മനസ്സിലേ. ഈ പോലീസുകാരുടെ സമ്മാനം 8,000 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ അതേ 3,000 വെച്ച് വെട്ടിക്കുറച്ചു. 11 സീറ്റുകളുടെ 3,000 വെച്ച് എത്രയായി? എത്ര രൂപ മാറി? പിന്നെ ഇവരെന്ത് ഈ 50 രൂപ 50 100 കൊടുക്കുന്ന ഉദ്ദേശം എന്തോ? അതിലേ കണക്കാക്കേണ്ടത്. ഇത് പൊതുജനം വെറും കഴുതയല്ലെന്ന് ഇവരൊന്ന് മനസ്സിലാക്കണം. അത് എടുക്കാതിരുന്നാൽ മതി കഴിഞ്ഞാൽ ഒരു കാല് വയ്യാത്ത കൈ വയ്യാത്ത കണ്ണ് വയ്യാത്ത ഒരാൾ ഒരു ടിക്കറ്റ് കൊണ്ട് നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് വെച്ചു. പക്ഷേ അവരുടെ പ്രയാസം അത് കാണുമ്പോൾ വേറൊരു തൊഴിലിന് നിവൃത്തിയില്ല, കൈയില്ല, കാലില്ല, കണ്ണില്ല. അവരെ സഹായിക്കുക എന്നുള്ളേ ഉള്ളൂ. നമുക്ക് കിട്ടി പോലും കിട്ടിയില്ല, അത് മറ്റൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ലോട്ടറി വിൽക്കുന്നവരെ അറിയാം. പ്രായമായ സ്ത്രീകള്, വയ്യാത്തവര്. ഞാൻ ലോട്ടറി എടുക്കുന്ന കാല് വയ്യാത്ത 2 പേരുണ്ട്. അവരെ ലോട്ടറി എടുത്ത് നമുക്കത് കിട്ടി പോലും കിട്ടിയില്ല പോലും. ഞാൻ ഇന്നും കണ്ട ഒരാളുടെ കാല് വയ്യാത്ത ആളുടെ നമ്മളെ സ്ഥിരം വിളിക്കും, പിള്ളേർ നമ്പർ എന്തെങ്കിലും ഉണ്ട്, പിള്ളേർ ഞാനിപ്പോൾ 2 എണ്ണം എടുത്ത് വെച്ചേക്കുക, പൈസ കൊടുത്തിട്ടില്ല, എന്തല്ലേ. അത് ഞാൻ നാളെ മറ്റുള്ള എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് അപ്പോൾ കിട്ടിയെങ്കിൽ നമ്മൾ പുള്ളിയുടെ കൊടുത്ത് മാറും, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും പണിക്ക് പോയിട്ട് വന്നിട്ട് ആ 100 രൂപ കൊണ്ട് കൊടുക്കും. അതായത് ഇത്തരത്തില് വേറെ പണിക്ക് പോകാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഉപജീവന മാർഗ്ഗം. അതാണ് ഈ സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നത്. അതാണ് ഈ സർക്കാർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒരുപാട് പേര് ഇപ്പൊ ലോട്ടറി നിർത്തേണ്ട ഒരു അവസ്ഥ നിർത്തുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇവിടെ തന്നെ പലരും നിർത്തി. ഞാൻ നിർത്തിയില്ലേ എന്ന് പറഞ്ഞ വേറെ 2-3 പേര് നിർത്തി. കാരണം കൈകാശ് പോക്കാണ്, കടമാണ്, മൊത്തം കടം. അവിടെ ദിവസം അവിടെ നിന്ന് കടം വാങ്ങിക്കുന്നേ. ഇന്ന് നമ്മൾ 1000 രൂപ ഒരാളുടെ കടം മറിച്ചെങ്കിൽ നാളെ നമ്മൾ തിരിച്ചു കൊടുത്താലേ കിട്ടുള്ളൂ, ഇന്നലെ മറ്റാൾ കിട്ടത്തുള്ളൂ. അത് കയ്യിൽ നിന്ന് അടിച്ചില്ലെങ്കിൽ അതും പോയി. അങ്ങനെ ഒരു ഭയങ്കര പ്രയാസത്തിലാണ് ഈ ലോട്ടറി കച്ചവടക്കാരുടെ ജീവിതവും ഇതെടുക്കുന്നവരുടെ ജീവിതവും. ഇത് അവരുടെ മാഫിയകൾക്ക് കുഴപ്പമില്ല. അവർ കൈയിട്ട് വാരി 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 ഇത് ബാലഗോപാലൻ കാണിക്കുന്ന മഹാ തന്തലാടിയാണിത്. ബാലഗോപാലൻ കാണിച്ചത് മഹാ തന്തലാടിയുടെ അങ്ങനത്തെ തന്തലാടിയാണ്. ഈ 50 രൂപ ഒരു കാര്യമില്ലായിരുന്നു. അത് മാത്രമല്ല പ്രൈസും കൃത്യമായിട്ട് എത്തിക്കാത്തത് വളരെ മോശം. അതെ അത് തന്നെ. അപ്പം ഇതിനെതിരെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഴയ പോലെ ആക്കണമെന്നാണോ അതോ പ്രൈസിന്റെ എണ്ണം കൂട്ടണോ? എന്താണ് പൈസ? ഇപ്പൊ നമ്മളിപ്പോ ഈ കൂട്ടിയ ചാർജ് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ 40 ആയിക്കോ, 40 ആയിക്കോ, നല്ല പ്രൈസ് ആകും കൂട്ട്. ഞാൻ പറഞ്ഞു 5000 ഒരു 36,000 ആക്ക്. ഈ 18 5,000 പിന്നെ 18 കൂട്ട്. ഇപ്പൊ 18 കൊടുക്കുന്നില്ലേ? ആ പഴയ 18 കൂട്ട് 36 ആക്ക്. ഒരു 25 50 2000 ആക്ക്. ഒരു 70,000 ആക്ക്. ഈ 50 രൂപ പ്രൈസ് എടുത്ത് ദൂരെ കള. എന്ത് തന്നെയാണ് ഈ 50 രൂപ പ്രൈസ്? അതാണ് ഈ ചോദിക്കുന്നത്. അതുപോലെ ഈ 100-ന്റെയും വേണ്ട കാര്യമില്ല. 100 50 വേണ്ട. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 50 രൂപ മടക്കി 100 ഇട്ടിട്ട് എന്താ പറയുന്നത്? എന്തു അതുമില്ലല്ലോ. ലാസ്റ്റ് ഏറ്റവും കുറഞ്ഞ 250 രൂപ ആക്കണം. ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏറ്റവും കുറഞ്ഞ 250 രൂപ ആക്കണം. ഏതായാലും 50 രൂപ കിട്ടുന്നുണ്ടല്ലോ. അപ്പം അവൻ്റെ നമ്മളിപ്പോൾ 250 രൂപ അടിച്ചു. ആ 250 രൂപ 2 ടിക്കറ്റ് 150 നമ്മളെ കിട്ടും. നമുക്ക് സന്തോഷം. അതപ്പോൾ അല്ലെങ്കിൽ 5 ടിക്കറ്റ് എടുക്കാനുള്ള കാശ് ആയല്ലോ. അതും അവന് കച്ചവടക്കാർക്ക് ലാഭം അതാണ്.